ஹலோ மக்களே! வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். பார்ட் 1 பார்த்திருப்பீங்கன்னு நெனைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றேன் போய் பாருங்க. இப்போ பார்ட் 2 க்குள்ள போயிடலாம். ഇരിക്കുന്നു ബാഗ്. ട്രിവാൻഡ്രത്തേക്കാ ആണെങ്കിൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുമോ? Get out of my bed. Get out. ബോളി ഇല്ലേ, ബോളി പാക്കറ്റിലൊക്കെ കിട്ടണേ. യു ഗെറ്റ് ഇറ്റ് ദേ, ഗിവ് മീ 2 പാക്കറ്റ്സ്. യാ എങ്ങനെ கிடைக்காதന്നെ தெரியலையே. മതി. ഇഞ്ച് ഇഞ്ചാ ചെക്ക് പண்றாருப்பா. എത്ര മണിക്കാ ട്രെയിൻ? 12:30. അതിന് ഇപ്പോഴേ ഇറങ്ങണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഹരി? മാൽ ബി ലേറ്റ്. യു വാണ്ട് ടു ഗെറ്റ് ഡ്രോപ്പ്? Bye. ബൈ. സേഫ് ജേർണി സൺ. இவங்களுக்கு அந்த ரொட்டீன் மாறுறது ரொம்ப கஷ்டமா இருக்கும் அடாப்டேஷன் அப்படின்னு நினைக்கிறேன். நானும் புது இடம். இங்கதான் சுவாதியை பார்க்க போறாரு. ட்ரெயின் டிராவல்லாம் ரொம்ப கஷ்டமா இருக்குமே இவங்களுக்கு. ஏன்னா தம்பியவே யூஸ் பண்ண விட மாட்டாரு. ட்ரெயின்லாம் ரொம்ப கொடூரமா இருக்குமே. சரி ஐயோ ஐயோ டீசெண்டா இருக்காரு. வாய்க்குல எதையோ வச்சிருக்காரு நினைக்கிறேன். உட்காந்தானே துப்ப போறாரு. துப்புன பரவாயில்ல, பேக் தூக்கி ஓடிட்டா. ഹലോ ചേട്ടാ, എങ്ങോട്ടാ? ഹലോ ചേട്ടോ, എങ്ങോട്ടാ പോണേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, താൻ എങ്ങോട്ടാ പോകുന്നു? அவருக்குன்னு ஒரு வேர்ல்டு இருக்கு, அதுக்குள்ள மட்டும் தான் வாழ்ந்துட்டு இருக்காரு. இதெல்லாம் நம்மளுக்கே கஷ்டமா இருக்கும். இவருக்கு இங்க டிஷ்யூ ஒரு பாக்ஸ் இல்ல, 10 பாக்ஸ் தேவைப்படும். സാർ, സാർ. யாரோ படுத்திருக்காங்க. മാഡം, ഇത് ഇയാളുടെ ഭർത്താ, ഒന്ന് മാറിക്കൊടുക്കും. താങ്ക് യു. இங்க வர அவரு சான்ஸ் இல்ல. முழுமையா வேணும் மாதிரிதான் இருக்காரு. ആ അമ്മ. എന്താ ഇതിനെ? ഏ? ഏ? என்னாச்சு இருக்கு? എന്താ ചെയ്യാ? இல்ல இங்கதான் ஒரு பேக் இருக்க மாதிரி காமிக்கிறாங்க. பாக்ஸ் ராத்திரி ரெடி மேல இருக்கிறது. ஆஹா. പ്ലീസ് ഹെൽപ്പ് മീ. സർ, എന്താ പറ്റിയേ?
വെള്ളം വേണം കുടിക്കാൻ. വേണ്ട. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ. വീട്ടിൽ തിരിച്ചെത്തണം. വൈഫിന് നല്ല സുഖമില്ല. അടുത്ത സ്റ്റേഷൻ ഏതാന്ന്? ഞാൻ ടിറ്റിയെ വിളിക്കാം. സർ അവിടെ 5 മിനിറ്റിൽ പറവൂരെത്തും. അവിടെ നിങ്ങൾക്ക് ഇറങ്ങാം. ഓക്കെ. താങ്ക് യു സർ. അയ്യോ ஆட முடியல. സാരമില്ല, സാരമില്ല. ஹெல்ப் பண்ணுவாரா? அவரே யாரையும் டச் கூட பண்ண மாட்டாரு. எப்படி ஹெல்ப் பண்ணுவாரு? ஃபோன் வேற கீழே விழுந்துருச்சு. പതുക്കെ പതുക്കെ. ஓ, இங்க வருது அம்மா சொன்ன மாதிரி. இம்பார்ட்டனா சொல்லியிருக்காங்கன்னு நினைக்கிறேன். பரவாயில்ல, ஒரு பேக் தான் எடுத்துட்டு போறாரு. கொடுத்துட்டு வர்றதுக்காக வேற என்ன? ഒന്ന് മാറണം. ആ മൊയ്തീൻ്റെ ഫോൺ വന്നപ്പോൾ എനിക്ക് സർവാംഗം തളരുന്ന പോലെ തോന്നി. 36 ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ദൂരേക്കെങ്ങും പോവാറില്ലേ. പേടിക്കാനൊന്നുമില്ല. ഇത്രേ ഉള്ളെങ്കിലും ഇത്രേ ആക്കി പറയുന്നവനാ മൊയ്തീൻ. എന്റെ ബാഗ് ആ ട്രെയിനിൽ പോയി. എന്താ? എനിക്ക് ട്രിവാൻഡ്രത്ത് കിട്ടിയോ? പൊടിമീന സാറേ വേണോ? ഓ വേണ്ട, ഭാര്യയ്ക്കൊന്നും വയ്ക്കാൻ അറിയില്ല. സാർ, ആ ഈ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ എപ്പോഴാ? കോഴിക്കോട്ടേക്കല്ലേ? ആ, കോഴിക്കോട്ടേക്ക് ഒരുപാട് ട്രെയിനുണ്ട്, പക്ഷെ ഒന്നും ഇവിടെ നിർത്തില്ല സാറേ. സാറേ എന്റെ ബാഗ് ആ ട്രെയിനിൽ പോയി. ആ എന്നിട്ട് താനെന്താ കയറി പോവാഞ്ഞേ? ഞാൻ എന്ത് വേടോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ഞാൻ എന്താ ചെയ്യാ? എന്നോടാണോ ചോദിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, അത് സാറിരിപ്പുണ്ട്, ഒരു പരാതി എഴുതി കൊടു. ആ ട്രെയിൻ നമ്പർ, കോച്ച് നമ്പർ, സീറ്റ് നമ്പർ, ആ ബാഗിന്റെ കളറും. തനിക്ക് ഭാഗ്യം ഉണ്ടായി കിട്ടും. ചെല്ലേ. സർ, കൊല്ലത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കിട്ടും. ആ ആ ആ, പക്ഷേ കുട്ടിക്ക് തിരുവനന്തപുരത്തേക്കല്ലേ പോകേണ്ടത്? സാറിനെ സേഫാക്കി വിട്ടിട്ടേ ഞാൻ പോകണുള്ളൂ. ഹലോ ചേട്ടാ. ഏയ് ഹലോ. ഏയ്, ഒന്ന് കൊല്ലം വരെ പോണം. കൊല്ലോ? ആ 1000 രൂപയോ? കോയമ്പത്തൂർക്കല്ല ചേട്ടാ, കൊല്ലത്തേക്കാ. മാക്സിമം പോയാ 250 രൂപ തരും. നിങ്ങൾ കൊല്ലത്തേക്കോ കോയമ്പത്തൂർക്കോ എങ്ങോട്ട് വേണേലും പോക്കോ. പോണെന്നുണ്ടെങ്കിൽ ഓട്ടക്കാശ് തന്നെ. 400. ഹർത്താലാണ്, തിരിച്ച് ഓട്ടോ ഒന്നും കിട്ടൂല. എന്നെ ഒന്ന് ഉറങ്ങാൻ പറ്റും. அம்மா சொல்லியிருந்தாங்கல்ல. സാരമില്ല, കാശ് ഞാൻ കൊടുത്തോളാം. കാര്യം നടക്കട്ടെ. വാ വാ കയറ്. ആ, കറിക്കോ കറിക്കോ. அவர் வந்துட்டாரு, கம்ப்ளைண்ட் கொடுத்து வந்துட்டாரு போல. இவருக்கு நியூஸை சொல்ல கூட தைரியம் இல்லையோ? ஏதாச்சும் இன்ஃபர்மேஷன். தைரியம் இல்ல, மனசு இல்லைன்னு நினைக்கிறேன். என்ன சொல்ல தெரியல. இந்த சுச்சுவேஷன் ஹேண்டில் பண்ணிட்டு இருக்க அப்படின்னா ഇവിടെ ഇറങ്ങിക്കോ. அவர் தான் யாரு கூடயும் பேச மாட்டாரு. റെയിൽവേ സ്റ്റേഷനായി. ഇവിടെ ഇറങ്ങാൻ? കേറുമ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇയാൾ വണ്ടി വിട്. ഈ വഴി പോയ റോഡൊക്കെ കേടാണ്. ഇതുവഴി നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ അടുത്താ എന്ന് പറഞ്ഞ എങ്ങനെയാ? സാരമില്ല, നമുക്ക് ഇവിടെ ഇറങ്ങാം. പകുതി കാശ് തരൂ. லைட்டிங் எப்படி இப்படி எடுக்கிறாங்க? அது வந்து கண்ணில் பார்க்குற மாதிரி எடுக்கிற மாதிரி. എടുത്തു വെച്ചിരിക്കല്ലേ, பகல்ல எடுத்துட்டு மாத்திப்பாங்க இதை. ஆனா பாரு, മുഴുവനും ഉണ്ട്. അപ്പൊ പോട്ടെ മാഡം, ഗുഡ് നൈറ്റ്. ஒரு சிலர் நைட்லயுமே எடுப்பாங்க. ഹർത്താലായതുകൊണ്ട് ട്രെയിനൊക്കെ ലേറ്റ് ആവും. എപ്പോ അയ്യോ. വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കേ KSRTC സ്റ്റാൻഡ് വരെ ഒന്ന് പോയി നോക്കിയാലോ? ആ, ഓ, എന്ത് ഹർത്താല്?
ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചേട്ടൻ വണ്ടി എടുത്തോ. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം തന്നെ എന്തിനാണോ? വേഗം എന്തെങ്കിലും ചെയ്യ്. കുറച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വണ്ടി വരും, അതിലോട്ട് കയറിക്കോ. അവിടുന്ന് ചിലപ്പോ കോഴിക്കോടിനോ മറ്റോ വണ്ടി കിട്ടും. നിങ്ങൾ എന്തേ ഒന്ന് പറയണം മിസ്റ്റർ. എന്താ സാറേ നിങ്ങൾ എന്തേ ഒന്ന് പറയണം. ഞങ്ങൾ എത്ര നേരം ഇവിടെ നോക്കി. ആ ഇവിടെ ഇരിക്കാം. நம்ம ஆൾക്കാർ മിഠായി ടിഷ്യൂ പേപ്പർ എടുക്കാൻ പറഞ്ഞ. ബസ് വരാൻ വൈകും, ഇരുന്നോളൂ, ഇരിക്കൂ. ഈ വെപ്രാളത്തിനിടയ്ക്ക് എൻ്റെ ഫോൺ എവിടെയോ പോയി. ഫോൺ നമ്പർ അറിയോ? ഞാൻ വിളിച്ചു നോക്കാം. நைட்டு இங்க வந்துரு போன் ஓட போற இருப்ப 469 944 69 69 63 63 543. 5. போன் கொடுக்கவே மாட்டாருன்னா அதான் ஆஃப் பண்ணிட்டாரோ. Does not exist. Does not exist എന്നാണല്ലോ. ഓ ഇനി നമ്പർ തെറ്റിയോ? ആ എന്തായാലും അത് പോയി. എങ്കിൽ പിന്നെ വീട്ടിലെ നമ്പർ പറയൂ. വീട്ടിലെ നമ്പർ 0495 0495 273 563. 563. ഇതൊരു ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. ഓ അത് മറന്നു. ആ നമ്പർ ഫോൾട്ടാ. പോരുമ്പോൾ വിളിച്ച് പറയാനും വിട്ടുപോയി. ആ സാരമില്ല, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. വേറെ ഏതെങ്കിലും നമ്പർ? വേറെ മൊയ്തീൻ്റെ നമ്പർ ഈ മൊബൈൽ തല നിൽക്കുന്നില്ല. 98 460 460 33 2 2 88. 33 2 88 ആണോ 88 332 ആണോ? വിളിച്ചു നോക്ക്. ഓ ചാർജ് പോയി. ഓ സൂപ്പർ. ഏയ് ഫോണൊന്നും തന്നെ. തന്റെ ഫോൺ. എനിക്ക് ഫോണൊന്നുമില്ല. എന്താ? എനിക്ക് ഫോണില്ലാന്ന്. ஆமாப்பா இவர் போனே வச்சில்ல இந்த படம் ஃபுல்லா. എന്താ ഫോണിൽ പറഞ്ഞ? 36 ശ്വാസം മുട്ടൽ കുറച്ച് കൂടുതലാണെന്ന്. എന്നാ പിന്നെ എന്തെങ്കിലും വന്നാൽ ആശുപത്രി പോകാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതെ, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്താ പേര്? വാട്ട്സ് യുവർ നെയിം? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. ഓ ഇത് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് പരിചയപ്പെട്ടതാ. പേര് നാരായണി, പക്ഷെ നാണിന്ന് വിളിക്കണം. എവിടെയാ സ്ഥലം? എറണാകുളം. என்ன ஆன்சர் சொல்றாரு? എറണാകുളം. ഓ ஏன் ஆன்சர் சொன்னேன்னு இதுக்கு முன்னாடி கேட்டவங்கள்ட்ட நான் எங்க போறேன்னு உன்கிட்ட கேட்டேன்னாரு. அவன் பாக்குறதுக்கு வினோதமா இருந்தான். സമയം എത്രയായി? 450. എത്ര? 450. അയ്യോ, எங்க வர்றாரு? എന്തു പറ്റി? ആ நான் எதிர்பார்த்த ஒரு சுச்சுவேஷன் இதுதான். இங்க இப்ப இப்படி டாக்கிள் பண்ண போறாருன்னு பாக்க. நம்மளாலேயே முடியாது. ഒന്നോ രണ്ടോ അതോ കുളിക്കാനോ? എടുക്കണോ തൂറണോ അതോ കുളിക്കണോന്നോ? 2 രൂപ. ஏன்னா டைமிங்க்கெல்லாம் போவாரா? ചില്ലറതാ ഇല്ല. എന്നാ ബാക്കി. நான் நினைச்சேன். இவர் பாத்ரூம் போக மாட்டாருப்பா. ஓ இப்போ அக்கா எப்படி இருக்காருப்பா அவரு? சான்ஸே இல்ல. திருச்சி ஓடி வரப்பாரு. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. എന്തുണ്ട്? അപ്പി. അപ്പിയോ? ഏതപ്പി? എന്തൊക്കെ ഇയാൾ പറയുന്നു? அவர் போன் இப்பதான் வருது நீங்க அந்த மொய்தீன். என்ன நடந்துச்சு? ஏன் சுவிட்ச் ஆஃப் பண்ணிட்டாரு? என்ன கேட்டாரு? അരി ഇതിലെ ഓ ഇവിടെ കേറ്. പതുക്കെ. ஓடி வர போறாரு. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എക്സ്ക്യൂസ് മീ, സ്റ്റോപ്പ്. ആള് കയറാനുണ്ട്. ഹലോ. ചന്തം നോക്കി നിൽക്കാതെ ആ പടിയിൽ കയറി കയറിക്കേ. ചേട്ടാ ഇവിടെ കയറിക്കേട്ടാ, 2 പേരും കയറിക്കണേ. ഹലോ உள்டாவா நடந்து
മയിര് പണിയായി. ഛെ, എന്ത് പറ്റി? ആ പഞ്ചറാ? ഇനി പോകത്തില്ലാട്ടാ. അടുത്ത വണ്ടി വരുവോ? ആർക്കറിയാം, വന്നാ പോകാം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ആ നോക്കട്ടെ. ഹലോ, ഒരേ നല്ല ഒട്ടുമൊത്ത സംഭവം നടന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വിട്ടാൽ എങ്ങനെയാ? നിങ്ങൾ എന്നെ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോഴിക്കോട് എത്തണം. അതിന് വല്ല കപ്പൽ മാർഗവും പോണ്ടി വരും. നേരെ നടന്ന കായല. ആ ഹലോ, ആ അതെ. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? ഏ? போறதா? எவ்வளவு தூரத்துக்கு? വാ. இல்ல அந்த ஏரிக்கு போறாங்க. போட்ல போறதுக்கா? இவங்க 2 பேரும் ஓகே. இவர் எதுக்கு குரூப்ல டுக் மாதிரி கூட வராருன்னு இவங்க 2 பேரும் கேட்கவே இல்ல. കറക്റ്റ്. എന്താ ഇരുട്ട്? ഹ, കൊള്ളാലോ. ടോർച്ചൊക്കെ ഉണ്ടോ? എപ്പോഴും എടുക്കാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, ഇരുട്ടത്ത് മാത്രം. ആഹാ. பேக்ல டார்ச் வச்சிருக்காருப்பா. ആ இப்பெல்லாம் கூட டார்ச் வச்சிருக்காங்களான்னு கேக்குறாரு. എത്ര നടക്കണം? നടന്നാൽ എവിടെ എത്തും? ഒരു പിടിയില്ല. നമുക്ക് നോക്കാം. ഉം. வந்துருச்சு ஃப்ளூட். நம்ம ஃப்ளூட்ல வந்துட்டு கொஞ்சம் கோவில். specialist, ആ. എന്തു പറ്റി? ആ, ചേട്ടാ, ഓ, അക്കരയ്ക്ക് പോയാ ഏതെങ്കിലും വണ്ടിയോ വല്ലതും കിട്ടുമോ? ഇന്നോ? ആ ചിലപ്പോ ആശുപത്രിയിലോട്ട് പറഞ്ഞ വല്ല വണ്ടിയും കാണും. എങ്കിൽ ചേട്ടാ ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് കൊണ്ടുപോവോ? ഇത് കടത്തുവെള്ളം അല്ല, ഞാൻ മീൻ പിടിക്കുന്ന വെള്ളമാ. ഇതിൽ കയറാൻ പറ്റത്തില്ല. ഒന്ന് സഹായിക്ക് ചേട്ടാ. മീൻ പിടിക്കാൻ ഞങ്ങളും കൂടാ. ഓ, അതൊന്നും ശരിയാകത്തില്ല. ആ. അല്ല, എന്തെങ്കിലും തരാൻ സഹാവേ? കാരണവർക്ക് ബുദ്ധിയുണ്ട്. 3 പേരും കയറിക്കോ. ഞാൻ വരുന്നില്ല. വരണ്ട. ആരപ്പം വരാൻ പറഞ്ഞേ? ചേട്ടാ, ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും? എന്ത്? ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും? ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. എന്ത്? അല്ല, ഞാനും കൂടെ കയറിയത് മുങ്ങും. இப்படியே ஷூவை கழட்டிட்டு அதான் எப்படி பண்ணாரு? அதை பண்ண மாட்டாரே. கொஞ்சம் கஷ்டம் தான் அவரு. ഈ വള്ളം കുറച്ച് പഴയതല്ലേ? അതെ, അച്ഛൻ മീൻ പിടിച്ചോണ്ടിരുന്ന വള്ളമാ. ഇപ്പൊ ഞാനും. അയ്യോ, എന്താ മീനാണ്. വലി വലി. ஓ மை காட். எனக்கு இப்படி போய் ஃபிஷ் பிடிக்கணும் ஆசை. ஓ மை காட். இவர் இதெல்லாம் நடக்கக்கூடாதுன்னு நினைக்கிறேன். அது எல்லாமே நடந்துட்டு இருக்கு. என்ன பண்றாங்க? ஃபிஷ் வச்சிட்டு இருக்காங்க. ஃபிஷ் பிடிச்சிருக்கியா சின்ன வயசுல நீ இந்த மாதிரி தூண்டில் போட்டு? இது வந்து ஷால் வச்சு பிடிச்சிருக்கேன். தூண்டில் போட்டு பிடிச்சிருக்கேன். அது ஒரு இது. ஐயோ, இவருக்கு ஹைட்னா பயம். வாத்து மேல நடந்து போயிட்டு இருக்கு. கேர்ள்ஸையும் பிடிக்க மாட்டாங்க. இப்படி இப்படி போறாரு. കള്ള്. ഇവിടെ നല്ല കപ്പയും മീൻകറിയൊക്കെ കിട്ടും. താ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാം. ഞാനും വരുന്നുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഏ? ഉം. ബാ. பாடி ஷாப், கல்லு கடை. கல்லுக்கடை. ഇവിടെ ഇരിക്കാം. ഇത് മെഗാ സീരിയലാ, ഫാമിലി പാക്കാ. ஃபேமிலி பேக். തത്തമ്മേ, എന്താ കഴിക്കാനുള്ള? കള്ളുണ്ട്.
അതല്ല കപ്പയും മീനും അതുപോലെ എന്തെങ്കിലും. ആഹാ അതാന്നോ? മീൻമുട്ടയുണ്ട്, കൊലത്തുണ്ട്, പൊടിമീനുണ്ട്, പള്ളത്തിയുണ്ട്, കപ്പയുണ്ട്, പിന്നെ പാലപ്പവും ഉണ്ട്. എനിക്കൊരു என்ன சொல்றாங்க? കപ്പണ്ണ മറവള്ളിക്കിഴങ്ങ്. ഓ കപ്പയും മീൻകറി. സാറിനെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഓ അതെന്താ വേണ്ടാത്തേ? നിർബന്ധിക്കണ്ട. ചേട്ടാ വേഗം താ. ആ രാജേഷേ, രണ്ട് കപ്പയും മീൻകറി. എവിടെന്നാ? Where are you going to? കോഴിക്കോടിനടുത്ത് വരെ പോണം. Oh, I see. ഹർത്താലല്ലേ, കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തപ്പെട്ടു പോയിന്ന് വേണമെങ്കിൽ പറയാം. ഓ ഞാനും ഓർത്തു ഈ പന്ന ഷാപ്പ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. ഏറ്റു പോണ ചൂലേ. யாருன்னு நீங்க? അങ്ങോട്ട് എന്റെ പൊന്നുമക്കൾ ഇങ്ങോട്ടിരിക്കുന്നത് അക്കരക്കൊട്ടനിരിക്കും അക്കരക്കുട്ടൻ ഇരിക്കും. കണ്ടിട്ട് എന്നെ അങ്ങ് മാറുന്നില്ലയോ? ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. അതോ കണ്ണൂരി നിർത്തിയതാണോ? என்ன கேர்ள் உட்காந்துருக்குன்னு சொல்லிட்டு குறுகுன்னு பாக்குறாங்களோ? അതോ இல்ல குரூப் வித்தியாசமா இருக்காங்கல்ல, ஒரு வயசான ஆளு, ஒரு பொண்ணு, ஒரு யங்ஸ்டர். രാജേഷേ, ഞാൻ മൂപ്പത്തിയാരെ കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലൊരു ഷാപ്പിൽ വെച്ചാ. മൂപ്പത്തിയാരെ മദ്യവിരുദ്ധ സമിതിക്ക് വേണ്ടി, ഞാൻ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുക. അവർ ബിലീവ്സ് വെയർ സോ ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നൊക്കെ പറയാറില്ലേ. സുബനെ പോടാ പോടാ. ദേപോണ്ടാ I dream when I dream. இவங்க கிட்ட ஏதோ சொல்லலாம்னு நினைக்கிறேன். ആ ചെക്കന്മാരെ എറണാകുളം വരെ കൊണ്ടുവിടാന്ന് പറയണം. ഓഹോ, அவரு எர்ணாகுளம் தானே சொன்னாரு. யாரு? எர்ணாகுளம் தானே சொன்னாரு. ஆமா, அவர் திருவனந்தபுரம். அவர் திருவனந்தபுரம் போறாரு. அவர் என்ன ஊருன்னு கேட்டதுக்கு எர்ணாகுளம் சொன்னாரு அவரு. ஆமா, ஆஹா, அந்த பொண்ணை எங்க தனியா தள்ளிட்டு போறான்னு நினைக்கிறேன் இவனுங்க. சரியில்லை இது. இங்க பத்தியா கட் பண்றான். എവിടേക്കാ? ഷോർട്ട് കട്ടാ. ഷോർട്ട് കട്ടാ? இவருக்கு லைட்டா கெஸ் இருக்கு. ബൈക്ക് കാണുന്നില്ലല്ലോ. അവര് കുറച്ചു പേരായിട്ടുള്ളൂ, നമുക്കിപ്പോ പിടിക്കാം. ஐயோ, കാണുന്നില്ലല്ലോ. അവര് ഫ്രണ്ടിലുണ്ട് പോയി, ടെൻഷൻ ഒന്നും വേണ്ട. ஏய் அவனை காணோம். ஐயா, என்னப்பா இப்படி ட்விஸ்ட் வச்சு இன்ஃபர்மேஷன் எடுத்துருக்காங்க. ஏதோ போட்டிருக்காங்க டொல்லுன்னு, ஆனா என்னன்னு தெரியல. தேங்க்யூ வாட்சிங் பார்ட் 2. நம்ம அடுத்த பாட்டுல சந்திப்போம். பாய்.